ഹേ ഗൈസ്, എന്തെങ്കിലും വിശേഷം സുഖമായിരിക്കുന്ന പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ ഡൊമസ്റ്റിക് വയലൻസും പോലീസും പിന്നെ മലയാളികളും ഈ അടുത്ത് വലിയ രീതിയിൽ വാർത്തയാവുന്ന ഒരു ടോപ്പിക്കാണ് ഡൊമസ്റ്റിക് വയലൻസ്. കഴിഞ്ഞ ദിവസം ഒരു മലയാളിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ തുടർന്നിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ അടുത്ത് UK കയറി വന്നവരും ഇപ്പോൾ ഇതേ പ്രശ്നങ്ങൾ സഞ്ചരിച്ചുകൊണ്ടില്ലെങ്കിൽ അതിലൂടെ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഇനി ഇത് അറിഞ്ഞിരിക്കേണ്ട, അതായത് മാരേജ് കഴിഞ്ഞിട്ടുള്ള എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുമാണ്. എന്തായാലും മനസ്സിലാക്കിയിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റർടൈനിങ്ങുകളെ കൊച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷനിലേക്ക് എനേബിൾ ചെയ്യാം, ഷെയർ ചെയ്യാം. സുസ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മലയാളിയെ UK പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കാരണം. ഓക്കെ, അപ്പോൾ ഇതിന് ഒരുപാട് കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച്. കാരണം നമ്മളിപ്പോൾ കുറച്ച് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള കുറച്ച് പേരുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ അനീഷ് ചേട്ടൻ, റോഹിത് ചേട്ടൻ, പിന്നെ ഞാൻ, അങ്ങനെ കുറച്ച് പേർക്ക് നിരന്തരമായിട്ട് ഈ ഡൊമസ്റ്റിക് വയലൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ പലതും നമുക്ക് എടുക്കാൻ താല്പര്യമില്ല. കാരണം ഇത് ഒരു കുടുംബ പ്രശ്നമാണ്. അവരുടെ ഇടയിലുള്ള കുടുംബ പ്രശ്നം നമ്മളുടെ തലയെ കൊണ്ട് വെച്ച് തരുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തലയിൽ അവർ ആക്ച്വലി ചിന്തിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ നാട്ടിലൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്ന് വീട്ടിനകത്ത് പറഞ്ഞു തീർക്കാൻ നോക്കും. അതും പറ്റിയില്ലെങ്കിൽ ആ നാട്ടിലെ കുറച്ച് പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ പാർട്ടിക്കാരെ കൊണ്ട് പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെയാണ് പൊതുവേ പാർട്ടിക്കാരൊക്കെ ഇടപെട്ട് ചിലപ്പോൾ അത് പറഞ്ഞ് കോംപ്രമൈസ് ആയിട്ട് പോകും. അതും പറ്റിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്കും, അതും പറ്റിയില്ലെങ്കിൽ പിന്നെ നേരെ അഡ്വക്കേറ്റിൻ്റെ അടുത്തും പോയി ഡിവോഴ്സൊക്കെ ചെയ്യുന്ന പരിപാടികളൊക്കെയാണ് പൊതുവേ ഉണ്ടാവാറ്. പക്ഷേ ഇതേ മനോഭാവം പുലർത്തുന്ന കുറേ ആളുകൾ ഇപ്പോൾ ഈ അടുത്തത് നാട്ടിൽ നിന്ന് UK കയറി വന്നിട്ടുണ്ട്. അവരുടെ ഇടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. മലയാളികളുടെ ഇടയിൽ വലിയ രീതിയിൽ ഈ ഡൊമസ്റ്റിക് വയലൻസ് വർദ്ധിക്കുകയും അതിലൂടെ പല ഭർത്താക്കന്മാരും ഇല്ലെങ്കിൽ പല കുടുംബങ്ങളും പിരിഞ്ഞു പോകുന്ന വക്കിലും, ചിലർക്ക് പോലീസിൻ്റെ ക്ലിയർ വാണിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഭാര്യമാരിരിക്കുന്ന ഇല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ അടുത്തേക്ക് പോലും ചെല്ലാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ ഉണ്ട്. ഓക്കെ, അത് ഈ അടുത്ത് വലിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മളെയും പലരും വിളിച്ച് സംസാരിക്കുകയും കാര്യങ്ങൾ ചെയ്തായിരുന്നു. ബ്രോ, എനിക്ക് എൻ്റെ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല, എനിക്ക് മോളെ കാണാൻ പറ്റുന്നില്ല, എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് കരയുന്ന കുറച്ച് ഭർത്താക്കന്മാരെ ഞാൻ കണ്ടു. ചില ഭാര്യമാർ എന്നെ വിളിച്ച് എൻ്റെ ഭർത്താവ് എന്നെ വീട്ടിൽ പൂട്ടിയിട്ട് എന്നെ ഭക്ഷണം തരാതെ എൻ്റെ കൊച്ചിനെയും എന്നെയും പൂട്ടിയിട്ടിട്ട് കൊച്ചിനെ തല്ലുന്നു, കൊച്ചിനെ കൊല്ലുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കോളുകൾ വരെ നാട്ടിൽ നടക്കം നമ്മൾ കോൾ ചെയ്തിട്ട് സംസാരിക്കുകയുണ്ടായിരുന്നു. ഞാനിങ്ങനെയുള്ള ചെറിയ കേസുകളൊന്നും ഈ ഡൊമസ്റ്റിക് വയലൻസ് അങ്ങോട്ട് മാന്തി ഇങ്ങോട്ട് പിച്ച് എന്നുള്ള കേസുകൾ, സീരിയസ് ത്രെട്ടുള്ള കേസുകൾ നമ്മൾ എടുക്കും. അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അനീഷ് ഏട്ടൻ ഒരു കേസ്, ഞാൻ നിൽക്കുന്ന ഏരിയയിൽ ഒരു കേസ് എന്നെ റിപ്പോർട്ട് ചെയ്യുകയും അതിനകത്ത് കുറച്ച് വോയിസ് ക്ലിപ്പ് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വോയിസ് ക്ലിപ്പിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഭർത്താവ് കഞ്ചാവ് അടിച്ച് അതുപോലെ തന്നെ വെള്ളമടിച്ച് ഭാര്യയെ കുത്താനായിട്ട് ശ്രമിക്കുന്നു, അതായത് ഉളിയും കൊണ്ട് കുത്താൻ വരുന്നു എന്നുള്ളതായിരുന്നു വോയിസ് ക്ലിപ്പ്. അങ്ങനത്തെ വോയിസ് ക്ലിപ്പൊന്നും നമുക്ക് കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾ അവർക്ക് പണി കൊടുത്തൂലേ എന്നുള്ളത്. അവർക്ക് പണി കൊടുത്തില്ല, അവർ ശരിക്കും ഞങ്ങൾക്കാണ് പണി തരുന്നത്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് കണ്ടുമ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കേറ്ററിങ്ങിലെ സംഭവം, കൂട്ടക്കൊലപാതകം കേട്ടിട്ടില്ലല്ലേ? അതൊക്കെ കേൾക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ അടുത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്, നമ്മൾ ആദ്യം ഇൻഫോം ചെയ്യുന്നത്. ഇപ്പോൾ നാട്ടിലെ പോലെ തന്നെ ആരെങ്കിലുമൊക്കെ കോംപ്രമൈസിന് സംസാരിക്കുന്ന പറഞ്ഞ് നമ്മൾ ഇൻഫോം ചെയ്യുന്ന സമയത്ത് ഇത്രയും തൊട്ടുള്ള കാര്യങ്ങൾ നമ്മളത് ഹൈലൈറ്റ് ചെയ്യാതിരുന്നാൽ, പോലീസിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ, നാളെ അതേപോലെ കൊലപാതകം ഉണ്ടാകുന്ന സമയത്ത് ആ പ്രതികളുടെ കൂട്ടിൽ ഞങ്ങളും വരും. അത് ചിലപ്പോൾ നിയമപരമായിട്ടോ അല്ലെങ്കിൽ മനസാക്ഷിപരമായിട്ടോ നമുക്കത് പ്രശ്നം വരും. അപ്പോൾ കഴിഞ്ഞ ദിവസം അനീഷ് ഏട്ടൻ ഇതേപോലൊരു കേസിൽ ഇടപെടുകയും ആ കേസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചിട്ട് പോയ ശേഷം ഇന്ന് വീഡിയോ ചെയ്തു. അപ്പോൾ അതിൻ്റെ താഴത്തെ കുറേ കമൻറ്റ്, ഇത് ചെയ്യരുതായിരുന്നു, തെറ്റായിരുന്നു, മറ്റൊരു കുടുംബത്തെ എത്തി നോക്കരുതായിരുന്നു. ഈ പറയുന്നവർക്ക് ഇവിടെ ഇരുന്നിട്ട് കുണയ്ക്കാൻ പറ്റും. പക്ഷേ ഞങ്ങളുടെ അടുത്ത് ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ ഞങ്ങൾക്കിവിടെ ഒരു സാമൂഹിക പ്രതിബദ്ധത എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് ഒരു നോർമൽ റെസ്പോൺസിബിൾ സിറ്റിസൺ എന്നുള്ള രീതിയിൽ അത് തീർച്ചയായിട്ടും നാളെ നിങ്ങളുടെ ഭാര്യ കംപ്ലയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ, അതിന് സീരിയസ് ആയിട്ട് ത്രെട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് ഹൈലൈറ്റ് ചെയ്യുക തന്നെ ചെയ്യും. അതായത് നിങ്ങൾക്കിടത്ത് കൂടുതലുള്ള വാണിംഗ് ആണ്. കാരണം നമ്മുടെ അടുത്ത് പലരും വിളിച്ചിട്ട് പറയാറുണ്ട്, ചേട്ടാ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, ചേട്ടാ അങ്ങനെ ചെയ്യാൻ പോകുന്നു. പലരെയും നമ്മൾ സൈക്കോളജിസ്റ്റിനെ ഏൽപ്പിക്കും. ഇനി സൈക്കോളജിസ്റ്റിനെ ഏൽപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പോലീസിനെയും കൂടി ഇൻഫോം ചെയ്യും.
കാരണം പോലീസിനെ കൂടി ഇൻഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസത്തെ ഈ കേസിനെ തുടർന്നിട്ട് പോലീസുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്യും, പോലീസുമായിട്ട് സംസാരിക്കും. പോലീസ് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് തരികയായിരുന്നു. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ നിരന്തരമായിട്ട് ഇടപെടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴും നമ്മളിത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം കൊള്ളാം, പക്ഷേ നിങ്ങൾക്ക് ഇതേപോലുള്ള ത്രെറ്റ്സ് ഉള്ള മെസ്സേജുകൾ വരുവാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് റിസ്ക് അനലൈസ് ചെയ്യാൻ നിൽക്കരുത്. അത് റിസ്ക് അനലൈസ് ചെയ്യേണ്ട ചുമതല പോലീസിൻ്റെ ആണ്. പോലീസ് വന്ന് റിസ്ക് അനലൈസ് ചെയ്യും, എന്നിട്ട് തീരുമാനിക്കും അവരെ അറസ്റ്റ് ചെയ്യണോ വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ റിസ്ക് അനലൈസ് ചെയ്തിട്ട് ഒരു പ്രശ്നമില്ല, അതൊരു വെറും വോയിസ് ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കി വിട്ട് കഴിഞ്ഞാൽ നാളെ ഇതേപോലെ ഒരു കൊലപാതകം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾക്കും അത് പണിയാവും. അതുകൊണ്ട് തന്നെ എല്ലാ സുഹൃത്തുക്കളടുത്തും നിങ്ങളുടെ ഈ വീട്ടിനകത്തുണ്ടാവുന്ന അടികൾ പരസ്പരം പറഞ്ഞു തീർക്കാനായിട്ടും ഒത്തുതീർപ്പാക്കാനായിട്ടും ശ്രമിക്കുക. ഒരു പക്ഷേ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഇടപെടുത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനകത്ത് ത്രെഡ് ഉണ്ടെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതായിരിക്കും കംപ്ലൈൻറ്റ് കൊടുക്കുക. ഇനിയിപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ്, UK ഡൊമസ്റ്റിക് വയലൻസിന് ഇപ്പോൾ കണക്കുകൾ അനുസരിച്ച് ഏകദേശം 2.4 മില്യൺ എങ്ങാണ്ട് 2023 ഡൊമസ്റ്റിക് വയലൻസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഏകദേശം 1.4 മില്യണോളം ഡൊമസ്റ്റിക് വയലൻസ് കേസുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും ഒട്ടു പുറകിലല്ല. 300 മേലെയോ 200 മേലെയൊക്കെ ഡൊമസ്റ്റിക് വയലൻസ് കേസുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിലും മലയാളി കേരളം ഒട്ടും പുറകിലല്ല. നിങ്ങൾക്ക് ഈ അടുത്ത് സോഷ്യൽ മീഡിയകളുടെ വാളുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോഷ്യൽ മീഡിയ ചില ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ട് എൻ്റെ ഭർത്താവ് പണിക്ക് പോകുന്നില്ല, അയാളെ പറഞ്ഞു വിടാനുള്ള വല്ല വഴിയുണ്ടോ, ഇല്ലെങ്കിൽ എൻ്റെ ഭാര്യ പണിക്ക് പോകുന്നില്ല, എൻ്റെ ഭാര്യ എനിക്ക് ചോറ് തരുന്നില്ല, എൻ്റെ ഭാര്യ ഇപ്പോൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഇല്ലെങ്കിൽ ഭർത്താവ് ഫുൾ ടൈം വെള്ളത്തിലാണ്, കഞ്ചാവ് അടിച്ചിട്ട് വരികയാണ്, പണിക്ക് പോകുന്നില്ല, വീട്ടിൽ അലമ്പാണ്, അടിയാണ്, പിടിയാണ്, വഴിയിൽ നിന്ന് മൂത്രമൊഴിക്കും, കൂവും, നിലവിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കേസുകളും ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇങ്ങനത്തെ കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് ദാമ്പത്യ ബന്ധത്തിൽ വിള്ളലും അടിയും ഇതൊന്നും ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഇതേപോലെ ഡൊമസ്റ്റിക് വയലൻസ് വരുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം അത് ബാധിക്കും. ഇതേപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ, ഈ കെട്ടറിങ്ങിലുണ്ടായ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം അത് ബാധിക്കും. അത് മാത്രമല്ല, ഇതേപോലെ ഇപ്പോൾ ഈ കത്തി കൊണ്ട് കുത്താൻ പോയി അത് നാളെ കണ്ട് കുത്തിയാൽ അത് വൻ പ്രശ്നമാണ്. അതൊക്കെ സീനാണ് ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത് ഒരുപാട് ഡിവോഴ്സുകൾ നമ്മൾ കേൾക്കാനായിട്ട് ഇട വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത് UK കയറി വന്നവരുടെ ഇടയിലാണ് കൂടുതലും. നാട്ടിലെ അതേ മനോഭാവം പുലർത്തിക്കൊണ്ട് നാട്ടിൽ നമുക്കറിയാം, വീട്ടിൽ ഭാര്യയും ഭർത്താവായിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല്, അടിയും പിടിയും വഴക്കൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് അടിയും പിടിയും വഴക്കൊക്കെ ആയി കഴിയുമ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ അയൽവാസി കംപ്ലൈൻറ്റ് കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിനകത്ത് തന്നെ കംപ്ലൈൻറ്റ്, ഇല്ലെങ്കിൽ കൊച്ചടക്കം വിളിച്ച് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ സ്വരവും ഇല്ലെങ്കിൽ പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പോലീസ് കേസെടുക്കാം. ആർക്ക് വേണമെങ്കിലും റെസ്പോൺസിബിൾ സിറ്റിസൺ എന്നുള്ള രീതിയിൽ, ഇല്ലെങ്കിൽ ഒരു വിക്ടീം എന്നുള്ള രീതിയിൽ ഇല്ലെങ്കിൽ ഇത് ഇപ്പോൾ കണ്ട ഒരു മെയിൻ ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആർക്ക് വേണമെങ്കിലും പോലീസിൽ വിളിച്ചു കൊടുക്കാം. ആ വിളിച്ച് പറയുന്നവർക്ക് പോലീസ് ഒന്നും തന്നെ പ്രശ്നമില്ല, കേസില്ല അവർക്ക്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഷെയർ ചെയ്തു, നമുക്കൊരു പ്രശ്നം വന്നിട്ടില്ല, പക്ഷേ പോലീസ് അയാളെ പിടിച്ചുകൊണ്ട് പോയി. അതിന് കാരണമുണ്ട്. പോലീസ് റിസ്ക് അനലൈസ് ചെയ്തപ്പോൾ റിസ്ക് മനസ്സിലായി അവിടെ സീരിയസ് ഒരു ത്രെട്ട് ഉണ്ട് എന്നുള്ളത്. സോ പോലീസ് എടുത്തുകൊണ്ട് പോയി. മനസ്സിലായോ? അപ്പോൾ ഇത് ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭർത്താക്കന്മാർ ഈ അടുത്ത് വന്നിട്ട് നമുക്കറിയാം കൊച്ചുങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആളുകളാണ്. ചിലപ്പോൾ വീട്ടിൽ കൊച്ചിനെ നോക്കാതിരിക്കണം, കുറച്ച് സമയം ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ പാർട്ട് ടൈം ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും, പറ്റാത്തവരുണ്ടാവാം. ഇതൊക്കെ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഭാര്യയ്ക്ക് അത് താല്പര്യപ്പെടുന്നവരുണ്ടാവും, പെടാതിരിക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരുണ്ടാവും. കൂടുതലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നില്ല. ഭാര്യയ്ക്ക് കുറച്ച് കൂടുതൽ സാലറി കിട്ടിക്കഴിയുമ്പോൾ ചിലരുടെയൊക്കെ മനോഭാവം മാറുന്നു എന്നുള്ള കംപ്ലൈൻറ്റ് നമ്മുടെ അടുത്ത് വരുന്നു. അത് ഞാൻ പറയുന്നതല്ല, ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അതായത് നാട്ടിൽ ജോലിക്കൊന്നും പോകാത്ത ഭാര്യമാർ ഇവിടെ വന്നു കഴിയുമ്പോൾ നല്ല രീതിയിൽ 1-2 ലക്ഷം രൂപ ശമ്പളം കിട്ടുമ്പോൾ ഭർത്താവിന് ശമ്പളവും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലർക്ക് അത് താല്പര്യമില്ല. അങ്ങനെ ഒരു പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുന്നു, അതിനകത്ത് ഡിവോഴ്സുകൾ ഉണ്ടാവുന്നു എന്നൊക്കെ നമ്മൾ ഈ അടുത്ത് കുറേ കേട്ടു. ഓക്കെ, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഓപ്പോസിറ്റ് ഭാര്യമാരെ ഉപദ്രവിക്കുന്ന കേസുകളും വൻതോതിൽ വർദ്ധിക്കുന്നുണ്ട്. ഇപ്പം ഈ ഇൻഡിപെൻഡന്റ് ന്യൂസിൻ്റെ ഒരു റിപ്പോർട്ടിനകത്ത് തന്നെ ഏകദേശം 7 ലക്ഷത്തി സംതിങ്ങോളം ഭർത്താക്കന്മാരും ഇതേപോലത്തെ കേസുകൾ വിക്ടീമാണെന്നും പറയുന്നുണ്ട്. പക്ഷെ അത് ഇംഗ്ലീഷുകാരുടെ ഇടയിലായിരിക്കും, നമ്മുടെ ഇടയിൽ എനിക്കറിഞ്ഞൂടാ അത് ഉണ്ടാവും, ഇനി പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കേസുകളാണെങ്കിലും ഭർത്താവ് ഭാര്യനെ കുറ്റം പറയുന്നുണ്ട്. അത് അകത്തുള്ള അടിയായി. അത് പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഭാര്യ ഇതേപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ കണക്ക് തന്നെയാണ്, നിങ്ങളും പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭാര്യനെ കൊണ്ടുപോകും. ആ ഏരിയ സറൗണ്ടിങ്സിനകത്ത് കയറ്റാൻ പറ്റില്ല.
പിന്നെ പലരും ചോദിക്കുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ കയറ്റി വിടാൻ മാർഗമുണ്ടോ, ഭാര്യയെ കയറ്റി വിടാൻ മാർഗമുണ്ടോ, ചിലർക്ക് ഇവിടെ വന്നിട്ട് പുതിയ റിലേഷൻഷിപ്പ് ആവുന്നു, അതൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ വർദ്ധിക്കുന്നു. ചിലർക്ക് അതൊക്കെ ഈ അടുത്ത് ഒരു കേസ് കിട്ടും, അത് കേസൊന്നും എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ചില കേസുകൾ ഇവിടെ വർദ്ധിക്കുന്നു. എന്നിട്ട് അടി വേറെ ഇതിനകത്ത് ഇന്നെന്ന് വെച്ചാൽ കുടുംബത്തിൻ്റെ അകത്ത് കിടക്കുന്ന ഈ പറഞ്ഞ ചളിയേറുന്ന പരിപാടിയല്ലേ. ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ നാറ്റക്കേസാണ്. കുറേ കേസൊന്നും പുറത്ത് പറയാൻ പറ്റില്ല. അങ്ങനത്തെ കേസുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെ ആയാലും നമുക്കിതിൽ പറയാനുള്ള ഒറ്റ കേസേ ഉള്ളൂ. ഡൊമസ്റ്റിക് വയലൻസ് ഇപ്പോൾ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. 2024-2025 പിടിച്ചു കഴിഞ്ഞാൽ പ്രിസൺ, നല്ല കോർട്ട് കേസ്, ആ സറൗണ്ടിങ്സിനകത്തേക്ക് നിങ്ങളെ കയറ്റൂല. പിന്നെ അതിന് പുറമെ അത് മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്തിട്ട് അത് അലക്കുന്നുള്ളതിന് കാര്യം 100% ഉറപ്പാണ്. പേടിക്കണ്ട. കാരണം വെച്ചാൽ നാറ്റക്കേസ് വേറെയാവും അതിനകത്ത്. അപ്പോൾ ഇങ്ങനത്തെ ഡൊമസ്റ്റിക് വയലൻസ് കേസുകൾ ഉണ്ടെങ്കിൽ പരസ്പരം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. നിങ്ങൾ അത്രയും ലക്ഷങ്ങൾ കടമെടുത്ത് ലോണൊക്കെ എടുത്ത് UK കയറി വരുവാണ്. എന്നിട്ട് ഇവിടെ ഒന്ന് പഠിച്ച് ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ജോബ് കിട്ടിയിരിക്കുന്ന സമയത്ത് രണ്ടുപേരും ഒരുമിച്ച് ഒത്തൊരുമയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സമ്പാദിക്കാനും നല്ല സന്തോഷ ജീവിതം ഇല്ലെങ്കിൽ ഇവിടെ ജീവിതം നിലനിൽക്കാനും പറ്റും. നിങ്ങൾ അതിന് പരം അടിയായിട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ചിലപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ കൊച്ചൊക്കെയുള്ള ഒരാളാണെന്ന് വിചാരിക്കും, അവിടെ ഒരു അടിയുണ്ടായി, ഭർത്താവിനെയോ ഭാര്യനെയോ പിടിച്ച് മാറ്റി, കൊച്ചൊറ്റയ്ക്കാവും. കൊച്ചിനെ ആര് നോക്കും? കൊച്ചിനെ നോക്കില്ല, കൊച്ചിനെ നോക്കാൻ ആളില്ല. സോഷ്യൽ വർക്കേഴ്സ് കൊച്ചിനെ കൊണ്ടുപോകും. കൊച്ചിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താവും? കൊച്ചിനെ അടുത്തൊന്നും കിട്ടൂല. മനസ്സിലായോ? ഈ കേസുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേസ് വരുമ്പോൾ നിങ്ങൾ കൊച്ചിനെ നോക്കാൻ ആളില്ല എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ Tier 2 വിസയിൽ, കേരള വിസയിലായിരിക്കും വന്നിട്ടുണ്ടാവുക. കൊച്ചിനെ നോക്കാൻ ആളില്ല. കൊച്ചിനെ നോക്കാൻ ആളില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ജോലിയും കിട്ടില്ല. കാരണം ജോലിക്ക് പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് കൊച്ചിനെ നോക്കാനും ഇരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കൊച്ചിനെയും കൊണ്ടുപോകും, നിങ്ങളുടെ ജോലിയും പോകും. മനസ്സിലായോ? ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ കുറച്ച് ആളുകൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ എന്തിനാണ് വല്ല അവരുടെ കുടുംബത്തിനെ കുറിച്ച് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടുംബങ്ങളെല്ലാം നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടാണ്. നമ്മൾ അങ്ങോട്ട് പോയിട്ട് കുടുംബത്തിൽ പ്രശ്നമുണ്ടോ എന്നൊന്നും ആരും വിളിച്ചു നോക്കാൻ പോകുന്നില്ല. അങ്ങനെ ആർക്കും ഇവിടെ താല്പര്യമില്ല. ഞങ്ങൾക്ക് വേറെ പണിയില്ലാതിരിക്കുകയാണോ? ഞങ്ങൾക്ക് ഒരു പണിയില്ലാതിരിക്കുന്നതല്ല. ഈ കേസ് വന്നത് ഇപ്പോൾ അനീഷേട്ടൻ്റെ അടുത്ത് വന്നു. അനീഷേട്ടൻ എനിക്ക് ആ വോയിസുകളും കാര്യങ്ങളും ഷെയർ ചെയ്തു. ഞാനത് നേരെ പോലീസുമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ട് സംസാരിച്ചു. പോലീസ് കേസ് കൊണ്ടുപോയി. അതിൽ സീരിയസ് ത്രെട്ട് ഉണ്ട്. പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത കാര്യമാണ്. ഇത് പലയിടത്തും നടക്കുന്നുണ്ട്. UK പല ഭാഗങ്ങളിലും ഇതേപോലത്തുള്ള സീരിയസ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസുകൾ പല പ്രശ്നങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. ചിലർക്ക് ഭാര്യയെ പിടിച്ച് പുറത്താക്കണം, ചിലർക്ക് ഭർത്താവിനെ പിടിച്ച് പുറത്താക്കണം, നാട്ടിൽ കയറ്റി പറഞ്ഞ വിസ ക്യാൻസൽ ചെയ്യണം, എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്കറിഞ്ഞൂടാ. അതിനൊക്കെ അവരുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ആ കാരണങ്ങളാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ വഷളാവാനുള്ള സാധ്യതകളുണ്ട്. അത് ഒന്ന് അറസ്റ്റ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വിസയടക്കം ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഭർത്താവിനെ നൈസായിട്ട് ഒഴിവാക്കി ഡിവോഴ്സ് ചെയ്യുക, അതൊക്കെ പ്രോപ്പറായിട്ടുള്ള വേയിൽ ചെയ്യണം. ഡിവോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത് ഡിവോഴ്സിന് കൊടുത്ത് ഡിവോഴ്സ് ആവുക. ഓക്കെ, അത് എന്തിനാണ് നാട്ടിൽ തന്നെ ആയാൽ പോലും എന്തിനാണ് ഇവിടെ വന്നതല്ലേ? ഇപ്പോൾ പല കാര്യങ്ങളിലും പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില ഭർത്താക്കന്മാർ പറയുന്ന കേസാണ്, ഭാര്യ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മതിമതിക്കുന്നു. അതായത് ഒരുപാട് ഫ്രീഡം കിട്ടുന്നു. പലർക്കും ഇത് തന്നെയാണ് ഫ്രീഡമാണ് പ്രശ്നം. അതായത് വെള്ളം അടിക്കാനുള്ള ഫ്രീഡം, കഞ്ചാവ് അടിക്കാനുള്ള ഫ്രീഡം, ഇത് എന്നൊക്കെ പറഞ്ഞ ഫ്രീഡം കിട്ടി. ചിലരുടെ കുടുംബ ബന്ധം തന്നെ ടോട്ടലി ആ ഫ്രീഡത്തിൻ്റെ പുറത്ത് സെപ്പറേറ്റ് ആകുന്നു. അപ്പോൾ ഇത് സൂക്ഷിച്ച് കണ്ട് നിങ്ങൾ തീരുമാനിക്കുക ഇവിടുത്തെ കേസുകൾ എങ്ങനെയാണ് പോകുന്നത്. ഇതിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ വാർഡുകളിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യാതെ നിങ്ങൾ അകത്തുള്ള കാര്യം പറഞ്ഞ് തീരുമാനിക്കാൻ പറ്റുമോ നോക്കുക. അല്ലെങ്കിൽ അതെടുത്ത് പിരിഞ്ഞ് മാറി പോകുന്നതാണ് നല്ലത്. എന്തിനാണ് കത്തിക്കുത്ത് നാളെ ഇനി ഇതേപോലെ കാറ്ററിംഗുള്ള സംഭവം ഉണ്ടാക്കിയിട്ട് സകല മലയാളികളുടെയും പേരിൽ ഈ കുറ്റങ്ങൾ ചാർത്തി കൊടുക്കുന്നത്? എല്ലാവരും ഇങ്ങനെയാണെന്നുള്ളത്. എനിവേ, എന്തായാലും ഗൈസ്, ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം, ബൈ.